മാർച്ച് മാസം 31 തീയതി പ്രഭാതത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ദൈവം നമ്മെ ഈ ദിവസത്തിൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് പുറപ്പാട് പുസ്തകം 36-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായവും കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. ഈ 34, 35, 36 അധ്യായങ്ങളിലൊക്കെ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ജനം കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവാലയത്തിൻ്റെ പണിക്കുള്ള പണവും സാധനങ്ങളും എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരുപക്ഷേ മോശ വിചാരിച്ച് കാണും. കാരണം ദൈവം കൊടുത്ത വലിയൊരു ലിസ്റ്റാണ് കൊടുത്തത്. അതിൽ ധാരാളം ഉപകരണങ്ങളുണ്ട്. അതെല്ലാം സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിയണമെന്നും ചിലത് സ്വർണം കൊണ്ട് മാത്രം ഉണ്ടാക്കണം. പിന്നെ ഈ മരുഭൂമിയിൽ ലഭ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പല വിധ നിറത്തിലുള്ളതായിരിക്കുന്ന വലിയ കല്ലുകൾ കൊടുക്കണം. അതുപോലെ എണ്ണ ഉണ്ടാക്കാനുള്ള സുഗന്ധവർഗ്ഗങ്ങൾ കൊടുക്കണം. മേശയും മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ഖദിര മരം കൊടുക്കണം. അതുപോലെ കൂടാരത്തിൻ്റെ മൂടി ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന രോമം കൊണ്ട് നെയ്തതായിരിക്കുന്ന തുണികൾ കൊടുക്കണം. അതുപോലെ ചില മൃഗങ്ങളുടെ തോലുകൾ കൊടുക്കണം. ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് മോശയ്ക്ക് കൊടുത്തു. ഞാനങ്ങ് വിചാരിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. മോശ ഈ ലിസ്റ്റെല്ലാം കിട്ടിയിട്ട് ഒരു പക്ഷേ ഇങ്ങനെ വിചാര നിമഗ്നനായിട്ട് നിന്ന് കാണും. ഒരു പക്ഷേ ആരെങ്കിലും ചോദിച്ചാൽ എന്താ മോശ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത്? അല്ല, ഇത്രയും സാധനങ്ങളൊക്കെ ഈ മിസ്രൈമിൽ നിന്നും പോകുന്നതായിരിക്കുന്ന ജനത്തിൻ്റെ കയ്യിലുണ്ടോ? ഇത് കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുമോ? എങ്ങനെ ഈ ദേവാലയത്തിൻ്റെ പണി അങ്ങനെ നടക്കാനായിട്ട് സാധിക്കും എന്ന് മോശ ഒരു പക്ഷേ വിചാരിച്ച് കാണും. അങ്ങനെ വിചാരിച്ചെങ്കിൽ ദൈവം അതിന് പറഞ്ഞതായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മനസ്സുള്ളവർ കൊടുക്കട്ടെ എന്നാണ്. കഴിഞ്ഞ ദിവസം നാം അതേക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സുള്ളവർ കൊടുക്കട്ടെ പറഞ്ഞു, ഔദാര്യമായിട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൊടുത്താൽ ഇനി ഞങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിൽ കാണും. ഉള്ളത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഞങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത്? ആളുകൾ പറയാറുണ്ടല്ലോ, എന്നെ വെച്ചാൽ എങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൊടുക്കാൻ വേണ്ടേ? ഈ ഉള്ളത് കൊടുത്താൽ പിന്നെ ഞങ്ങളും പിള്ളേരും എങ്ങനെയാണ്? ഏലിയാവ് ഒരു വിധവയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് പറഞ്ഞു. വെള്ളം എടുക്കാൻ പറഞ്ഞു. ഒരു അപ്പം കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഉടനെ ആ സ്ത്രീ പറഞ്ഞത്, ഒരപ്പത്തിനുള്ള മാവ് കലത്തിൻ്റെ അടിയിൽ കഷ്ടിച്ച് കാണും. അത് വെള്ളം ഒഴിച്ച് കലക്കി ചൂടുള്ള ചട്ടിയാൽ ഒഴിച്ച് അത് അവസാനത്തെ അപ്പവും അത് പകുതി തിന്ന് ഞാനും മോനും മരിക്കാനായിട്ടിരിക്കുക. നീ ഇങ്ങനെ അതിക്രമം പറയരുതെന്ന് പറഞ്ഞു. ഏത് മനുഷ്യൻ ചാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് തിന്നിട്ട് ചാകണമെന്നില്ലേ? അതിനുപോലും നീ സമ്മതിക്കില്ലയോ എന്ന് ചോദിച്ചു. ഏലിയാവ് പറഞ്ഞു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ആദ്യത്തെ അപ്പം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. നീയും നിൻ്റെ മകനും നിൻ്റെ കുടുംബവും ക്ഷാമകാലം മുഴുവൻ ക്ഷേമമായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പ്രമാണം അതുതന്നെയാണ്. ആദ്യത്തേത് ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ ദൈവാലയത്തിന് പണിക്കുള്ള പണവും സാധനങ്ങളും എങ്ങനെ കണ്ടെത്താമെന്ന് സംശയിച്ചവരുണ്ടെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന ഉത്തരം സ്വമേധാദാനങ്ങളിലൂടെ ആവശ്യം നടക്കും എന്നാണ്. സ്വമേധാദാനങ്ങളിലൂടെ ആവശ്യം നടക്കും. ദൈവത്തിൻ്റെ ക്രമീകരണം അങ്ങനെയാണ്, സ്വമേധാദാനങ്ങൾ. അക്കാര്യം മോശ ജനത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ലിസ്റ്റെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, മനസ്സുള്ളവർ കൊടുക്കട്ടെ എന്ന് മോശ പറഞ്ഞപ്പോൾ ജനം എന്താ ചെയ്തതെന്നറിയാമോ? ജനം മനസ്സോടെ കൊടുക്കുവാൻ തുടങ്ങി. അവർ ധാരാളമായി നൽകിയെന്നാണ്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിച്ചു. ഇത്രയും സ്വത്തുക്കൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് അവർക്ക് തന്നെ അതിശയം വരത്തക്കവണ്ണം കൊടുക്കാനായിട്ട് എടുത്താൽ തീരുകയില്ല കേട്ടോ. പിന്നെയും കാണും അതിൻ്റെ അത്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ പ്രമാണം അങ്ങനെയാണ്. ഒരപ്പം ഉണ്ടാക്കി കൊടുത്തപ്പോഴിച്ചപ്പോൾ അവളും കുടുംബവും ക്ഷാമകാലം മുഴുവൻ ജീവിക്കാനുള്ള മാവ് അതിൽ ഓരോ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരപ്പത്തിൻ്റെ മാവ് കാണുമെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി മനസ്സുള്ളവർ കൊടുക്കാനായിട്ട് എടുക്കുമ്പോൾ ഒന്നും എടുത്ത് കഴിയുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത പിന്നെ അതിൻ്റെ അകത്ത് കിടക്കുകയാണ്. എടുത്താൽ തീരാതെ കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ജനം മനസ്സോടെ കൊടുക്കാൻ തുടങ്ങി. അവർ ധാരാളമായി നൽകി. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിച്ചു. ഒടുവിൽ ഇനി ആരും നൽകേണ്ടതില്ല എന്ന് പണിക്ക് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ബസലിയേലും ഒഹോലിയാവും പറയാനായിട്ടിടയായി. മോശയ്ക്ക് ചെന്ന് പറഞ്ഞു, ജനത്തോട് പറയണം ഇനി ആരും തരണ്ടെന്ന്. ഈ തരുന്നത് കൊണ്ട് വെക്കാനും സ്ഥലം വേണ്ടേ? അത്രമാത്രമാണ് കൊടുത്തത്. ഇപ്പോഴെന്നും അങ്ങനെ തന്നെയാണ്. ദൈവജനത്തിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത് അത് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ്. ദൈവജനത്തിൻ്റെ ഔദാര്യം. ആവശ്യത്തിലധികം സംഭരിക്കേണ്ട എന്നാണ് നേതൃത്വം പറഞ്ഞത്. ആവശ്യത്തിന് സംഭരിച്ചാൽ മതി. എനിക്ക് സങ്കടകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പലപ്പോഴും കളക്ഷൻ എടുക്കുന്നത് ആവശ്യത്തിനൊക്കെ കഴിഞ്ഞാലും പോരട്ടെന്ന് പറയും. പോരട്ടെ പണമല്ല ഇത്, പോരട്ടെ എന്ന് പറഞ്ഞ ആ മനോഭാവമാണ്. അത് തെറ്റായ മനോഭാവമാണ്. ജനങ്ങൾക്ക് മനസ്സുണ്ട് അതുകൊണ്ട് കൊടുത്തോട്ടെ എന്ന് വെക്കുന്നത് തെറ്റാണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ശേഖരിക്കാവൂ. അവസാനം മോശ പറഞ്ഞു, ഇനി ജനം തങ്ങൾക്കുള്ളത് സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി ജനം തങ്ങൾക്കുള്ളത് സൂക്ഷിക്കട്ടെ. കൊടുക്കുന്നതിന് അങ്ങനെ ഒരു പ്രമാണമുണ്ട്. ദൈവത്തിൻ്റെ വേലയ്ക്കും
മറ്റും ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നാം സൂക്ഷിക്കണം. അത് ദൈവസന്നിധി തെറ്റായ ഒരു കാര്യമല്ല. നമുക്കുള്ളത് മുഴുവൻ കൊടുത്തിട്ട് ഒന്നും ഇല്ലാത്തവരായിരിക്കണമെന്നൊന്നും ദൈവം നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ദശാംശം എന്ന് 30-33% കൊടുക്കേണ്ടത്. അപ്പോഴും ഒരു 66% 67% ജനങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് മോശ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. മതി. ദൈവദാസന്മാർക്കും ഈ മതി എന്ന് പറയാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് വേണം. ഇന്നത്തെ പല സംഘടനകളും പല സമുദായങ്ങളും പിരിവ് നടത്തുന്ന കാണുമ്പോൾ ഇതൊരിക്കലും ഇവരുടെ ആർത്തി തികയില്ലെന്നുള്ള മട്ടിലാണ്. ബക്കറ്റും കൊണ്ടങ്ങ് നടക്കുകയാണ്, തിരിക്കും വെച്ച് പിരിയാൻ. അങ്ങനെയല്ല, മതി എന്ന് പറയുന്ന ദൈവദാസന്മാരെ നമുക്ക് വേണം. സഹോദരന്മാരെ, നിങ്ങൾ തന്നത് ധാരാളം മതി, അത് ധാരാളം മതി, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് പിരിക്കേണ്ടതായിരിക്കുന്നൊരു കാര്യമില്ല. അപ്പോൾ കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ രീതി ചെയ്യുമ്പോൾ സാമ്പത്തികം ഒരു പ്രശ്നമായി വരികയില്ല, ഒരിക്കലും വരികയില്ല. കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ നിലയിൽ തന്ന ഹഡ്സൺ ടൈലർ അങ്ങനെ പറയുകയുണ്ടായി. കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ രീതിയിൽ നടക്കുമ്പോൾ പണം ഒരു ബാധകമായി പ്രശ്നമായി വരികയേയില്ല. ദൈവജനത്തിൻ്റെ പക്കലുണ്ട്, ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ മനസ്സോടെ തരുമ്പോൾ അത് മുഴുവൻ ചൂഷണം ചെയ്യുവാനായിട്ട് സഭകളുടെ നേതൃത്വം ഒരിക്കലും ഇടയാകരുത്. മതി എന്ന് പറയുവാനുള്ളതായിരിക്കുന്ന ഒരു വാക്ക് നമുക്കുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അതൊരു നല്ല വാക്കല്ലേ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സഹോദരന്മാരെ മതി, ഇനി നിങ്ങൾ തരണ്ട, ധാരാളം ഉണ്ട് എന്ന് പറയുന്നത് ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിച്ചു എന്നുള്ളതിന് തെളിവല്ലേ. അവിടെ നിന്ന് പോരാ ഇനിയും വേണം കൊടുക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ആ ആഗ്രഹത്തിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ദൈവനം മടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 തിന്മകൾ ദൈവനത്തിൻ്റെ മധ്യത്തിലുണ്ട്. ഒന്ന്, കൊടുക്കുവാൻ മനസ്സില്ലാത്തതായിരിക്കുന്ന ആളുകൾ. രണ്ടാമത്, എത്ര കിട്ടിയാലും മതി വരാത്തതായിരിക്കുന്ന നേതൃത്വം. ഇത് രണ്ടും ഒരുപോലെ തെറ്റാണ്. കൊടുക്കുവാൻ മനസ്സുള്ള ആളുകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. മതി എന്ന് പറയുവാൻ കഴിവുള്ള നേതൃത്വം അവരുടെ ദൈവനത്തിന് ധാരാളം സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സോടെ നമുക്ക് കൊടുക്കാം. അതേസമയം തന്നെ നേതൃത്വത്തിലുള്ളവരാണെങ്കിൽ അവരെ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ജനങ്ങൾക്ക് മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് വരരുത്. മതി എന്ന് പറയുവാനുള്ളതായിരിക്കുന്ന മനസ്സും നമുക്ക് വേണം. അപ്പോൾ അലംഭാവത്തോടുകൂടെ ദൈവഭക്തി വലിയ ആദായമാർഗമാണ്. അലംഭാവം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവത്തോടുകൂടെ, ഇത് മതി, തന്നത് ധാരാളം മതി, ആ ഭാവത്തോടുകൂടെ ജീവിക്കുവാനും നാം പഠിക്കേണ്ടതാണ്. അങ്ങനെ ദൈവം നമ്മെ കൊടുക്കുവാനും മതി എന്ന് പറയുവാനും ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.